നമസ്കാരം. KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലായെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ് മേഖല ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുകയാണ്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ സ്വകാര്യ ബസ് സർവീസുകളാണ് ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. പ്രൈവറ്റ് ബസ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ബസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏതാണ്ട് 500 ഓളം സർവീസുകൾ ഇന്ന് നിർത്തലാക്കിയിരിക്കുകയാണ്. ബസ്സുകളിലെ ഉടമകളും ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും അടക്കമാണ് ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തത്. പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. പൊതുഗതാഗത സംരക്ഷണ സമിതിയുടെ ചെയർമാനായ കടകംപള്ളി സുരേന്ദ്രൻ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2035,000-ലധികം സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് വെറും 8,000-ൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത നമുക്കറിയാം. അതോടൊപ്പം ഇന്ന് ഈ പ്രിയദർശിനി പദ്ധതി നമ്മൾ പറഞ്ഞതുപോലെ ജനങ്ങൾ താല്പര്യപ്പെടുന്നത് പോലെ തന്നെ സ്വകാര്യ ബസ് ഉടമസ്ഥരും അതുപോലെ തൊഴിലാളി സുഹൃത്തുക്കളും ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുമ്പോൾ ഗവൺമെന്റ് കാര്യമാത്ര പ്രസക്തമായ ആലോചനകളില്ലാതെ എങ്ങനെ ഇത് നടപ്പാക്കണമെന്നുള്ളതിനെ കുറിച്ചൊരു കാര്യമായ മുൻവിധിയോടുകൂടി അല്ലാതെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം നഷ്ടത്തിലേക്ക് അതിലേറെ ഇത് നിന്നുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് അതിയായ സന്തോഷവും അതിലേറെ ദുഃഖവുമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ. കാരണം കേരളത്തിൽ ആദ്യമായി ഇതിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ തൊഴിൽ ദാതാവും തൊഴിലാളികളും സംയുക്തമായി കേരളത്തിൽ എല്ലാ മേഖലയിലും, ഞാൻ കാസർഗോഡ് ഞാനായിരുന്നു ഇതിന്റെ ധർണ ഉദ്ഘാടനം. അവിടെയും ഏതാണ്ട് 2,000-ലധികം തൊഴിലാളികളും ഉടമസ്ഥന്മാരും പങ്കെടുത്തു. അപ്പൊ അതുപോലെ വലിയ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനും ഇതുപോലെ ഒന്നിക്കുന്നതിനും സാഹചര്യം ഉണ്ടായതിന്റെ സന്തോഷവും, എന്നാൽ ഇത് എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ ഒരു സങ്കടവുമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ഒരു സംയുക്ത സമരസമിതിയാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി കടക്കുന്നില്ല, കാരണം വലിയ മഴ വരികയാണ്, അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതായാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ടവരായ ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ ടൗണുകളിലേക്കും തിരിച്ചും വീടുകളിലേക്കും പോകുന്ന പാവപ്പെട്ട അമ്മമാരും സഹോദരികളും KSRTC ഇല്ലാത്ത മേഖലകളിൽ ബുദ്ധിമുട്ടുന്ന അവരുടെ ജോലി കഴിഞ്ഞ് ഓട്ടോറിക്ഷയും അതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ അടിയന്തരമായി ഗവൺമെന്റും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിലൊരു നടപടി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി Let's